നമസ്കാരം. ശ്രീകല ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് ദക്ഷപുത്രന്മാർക്ക് ശ്രീ നാരദർ ഉപദേശിച്ചതും ദക്ഷൻ നാരദരെ ശപിച്ചതും എന്ന കഥയാണ് പറയാൻ പോകുന്നത്. ദക്ഷന് ഹർഗേശ്വന്മാർ എന്ന 10,000 പുത്രന്മാരുണ്ടായി. അവരോട് പ്രജാവിധി ചെയ്യാൻ ആജ്ഞാപിച്ചു. അവർ സ്വതവേ വിഷയവിരക്തരായിരുന്നുവെങ്കിലും പിതാവിന്റെ ആജ്ഞയെ അനുസരിക്കാൻ നിശ്ചയിച്ചു. ആദ്യമായി ഭഗവത് പ്രസാദം സമ്പാദിക്കാൻ നാരായണ സരസിൽ പോയിരുന്ന് തപസ് ചെയ്തു. അന്ധകരണം പരിശുദ്ധമായി. ആ അവസ്ഥയിൽ ജീവന്മാരെ ഉദ്ധരിക്കുവാൻ കരുണാമയനായ ഭഗവാൻ ഉചിതനായ ഗുരുവിനെ എത്തിച്ചു കൊടുക്കുന്നു. ഇവിടെ ലോകോപകാരിയായ ശ്രീ നാരദ തന്നെ എഴുന്നള്ളി പരോക്ഷവാക്യങ്ങളാൽ അവരെ ഉപദേശിച്ചു. ബുദ്ധിശാലികളായ ഹർയേശ്വന്മാർ അതിൻ്റെ അന്തരാർത്ഥത്തെ വിചാരം ചെയ്ത് ഇപ്രകാരം മനസ്സിലാക്കി. പ്രജാസൃഷ്ടിക്കുള്ള നമ്മുടെ പരിശ്രമം ശരിയാണോ? മനുഷ്യന്റെ ലക്ഷ്യം സംസാരനാശവും ഭഗവത് പ്രാപ്തിയുമായിരിക്കണം. സർവസാക്ഷിയായ സർവേശ്വരൻ മാത്രമാണ് സ്വതന്ത്രൻ. ഭഗവാനെ അറിയുന്നതുകൊണ്ട് മാത്രമേ ജീവന്റെ ബന്ധം നശിക്കുകയുള്ളൂ. പ്രജാസൃഷ്ടി കർമ്മബന്ധത്തെ കൂടുതൽ ബലവത്താക്കി പുനർജന്മങ്ങളെ ഉണ്ടാക്കുന്നതല്ലാതെ ഭഗവത് പ്രാപ്തിക്ക് സഹായിക്കുന്നില്ല. തുച്ഛ വിഷയങ്ങൾക്കായി വിലയേറിയ മനുഷ്യജന്മം പാഴാക്കരുത്. വിഷയങ്ങളെ സേവിക്കുകയല്ല, ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. സംസാര പ്രവാഹത്തിൽപ്പെട്ട് കരകയറാൻ കഴിയാതെ വിഷമിക്കുന്നവരെ രക്ഷിക്കാൻ മഹാത്മാക്കൾ കങ്കണം കെട്ടി നടക്കുന്നു. അവരെ വിനയത്തോടും വിശ്വാസത്തോടും കൂടി സേവിക്കണം. അവർ പറഞ്ഞു തരുന്ന മാർഗം സ്വീകരിച്ചാൽ പിന്നെ ദുഃഖ സംസാരത്തിലേക്ക് മടങ്ങി വരേണ്ട. ഇങ്ങനെ നിശ്ചയിച്ച് അവർ പരമഗുരുവായ ശ്രീ നാരദരെ നമസ്കരിച്ചിട്ട് ഉത്തമ ഭക്തിമാർഗത്തെ അവലംബിച്ച് ശ്രീഹരിപദം പ്രാപിച്ചു. അതറിഞ്ഞ് പിതാവായ ദക്ഷൻ വളരെ വ്യസനിച്ചു. പിന്നീട് ദക്ഷന് ശബലേശ്വന്മാർ എന്ന 1000 പുത്രന്മാർ ഉണ്ടായി. അവരോടും പ്രജാവിധി ചെയ്യാൻ ആജ്ഞാപിച്ചു. അവരും നാരായണ സരസിൽ പോയി തപസ് ചെയ്തു. അപ്പോഴും ശ്രീ നാരദർ വന്ന് ആ ഭാഗ്യശാലികളെയും ഉപദേശിച്ച് സദ്ഗതിയെ പ്രാപിപ്പിച്ചു. അതും കൂടി അറിഞ്ഞപ്പോൾ ദക്ഷന് ശ്രീ നാരദരോട് അടക്കാനാകാത്ത ക്രോധമുണ്ടായി. ആ സമയത്ത് ശ്രീ നാരദരും ദക്ഷന്റെ മുമ്പിൽ വന്നു. ക്രോധാകുലനായി ദക്ഷൻ പറഞ്ഞു, അങ്ങ് സാധുവേഷം കെട്ടി നടക്കുന്ന ദുഷ്ടനാണ്. ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കുമുള്ള ഋണബാധ്യത തീർക്കേണ്ടത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇഹലോകവും പരലോകവും നഷ്ടമാകുന്നു. അങ്ങ് എൻ്റെ കുട്ടികൾക്ക് അകാലത്തിൽ നിവൃത്തിമാർഗത്തെ കാട്ടിക്കൊടുത്തുവല്ലോ. അശേഷം ലജ്ജയില്ലാതെ ബാലബുദ്ധിയെ ഭേദിപ്പിച്ചുകൊണ്ട് അങ്ങ് ഹരിദാസന്മാരുടെ ഇടയിൽ എങ്ങനെ നടക്കുന്നുവോ? എൻ്റെ പുത്രന്മാരെ വഴിതെറ്റിച്ച അങ്ങ് ക്രൂരനാണ്. അങ്ങയെപ്പോലെ ഒരു കാരണവും കൂടാതെ പരദ്രോഹം ചെയ്യുന്നവർ എങ്ങനെ ഹരിദാസന്മാരാകും? ഈ ദ്രോഹം ചെയ്ത അങ്ങ് ഒരിടത്തും ഉറച്ചിരിക്കാതെ സദാ അലഞ്ഞു തിരിയുമാറാകട്ടെ എന്ന് പ്രകാരം ശപിച്ചു. ഭഗവാൻ ശ്രീ നാരദർ ചിരിച്ചുകൊണ്ടും ആ ശാപത്തെ 2 കൈകൾ കൊണ്ടും സ്വീകരിച്ചു. പ്രതിശാപം ചെയ്യാനും താൻ ശക്തനാണ്. പക്ഷേ അത് ചെയ്യാതെ കൃഷ്ണപാദ ഭക്തന്മാർക്ക് സ്വതസിദ്ധമായ തിദീക്ഷയെ പ്രദർശിപ്പിച്ചു. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.